ഗുഡ് ഈവനിങ് ടു ഓൾ. ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഐശ്വര്യത്തോടെയും സമൃദ്ധിയോടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്നത്തെ സൺഡേ നന്നായിട്ട് ആഘോഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഒരമ്മ കരഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നൊരു കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്നോട് പൊങ്കാല ഇടാൻ വരരുത്. ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാരിൽ 98% ആൾക്കാർ തോൽവിയും 2% മാത്രമേ വിജയിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ പേരാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്നുള്ളത്. ചെയ്യുന്നവർക്കുള്ള ഒരു ജസ്റ്റ് ഒരു വാണിംഗ് ആണ്. ഓൺലൈൻ ട്രേഡിംഗിൽ ചെയ്ത് കാശ് കിട്ടിയില്ല എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾ ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ കാശ് ഉണ്ടാക്കട്ടെ, കാശിന്റെ ഒരു പ്രളയം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുൻപ് ദ ഡാർക്ക് സൈക്കോളജി ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് എന്നൊരു പുസ്തകമുണ്ട്. അല്ലെങ്കിൽ അത് ഓൺലൈൻ വെബ്സൈറ്റിൽ നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഇതൊന്ന് വായിക്കണം, എന്നിട്ട് നിങ്ങളത് ചെയ്യാവൂ. കാരണം ഒന്നത്. രണ്ടാമത് ദ സൈക്കോളജി ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് എന്നൊരു പുസ്തകമുണ്ട്. അതും നോക്കി വായിക്കുക. ഒന്നുമില്ലെങ്കിലും ഓൺലൈൻ ട്രേഡിംഗ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ ലാഭമാക്കുന്നതും നിങ്ങളുടെ പൈസ പോയതും എന്ന് സ്വയം ഇതൊന്ന് വിശകലനം ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവൂ. കാരണം ഓൺലൈൻ ട്രേഡിംഗ് നോർമൽ പീപ്പിൾസ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ് എനിത്തിങ് ഫ്രം ദാറ്റ്. ഇതിൽ പോയത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എങ്ങനെ ബാലൻസ് ഷീറ്റ് എടുത്ത് കൂട്ടിയാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വരവ് കുറവായിരിക്കും എന്നുള്ള സിമ്പിൾ പറയാം. കൂടുതൽ പറയാൻ ഇനി ഞാൻ ആളല്ല. കാരണം നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കഞ്ചാവ് വലിക്കുന്നവനോട് കഞ്ചാവിന്റെ ദൂഷ്യഫലങ്ങളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കള്ളു കുടിക്കുന്നവനോട് കള്ളു കുടിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അന്നേരം അതിൽ കിട്ടുന്ന അനുഭൂതി മാത്രമേ വിഷയമാക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. ഒരു വലിയ കുഴി നിങ്ങൾ സ്വയം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ കാലത്ത് ഒരാൾ വന്നു, ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് എന്നെ സഹായിക്കണം, എന്നെ സ്പിരിച്വലായിട്ട് അവേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പറഞ്ഞു. നല്ലൊരു ഫീസൊക്കെ തരാമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞ ഒരു സിമ്പിൾ കാര്യമാണ്, ഞാൻ കഴിഞ്ഞ 2 വർഷമായി ചെയ്യുന്നു സാറേ, എനിക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോയി. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ എത്ര കടമുണ്ടെന്ന് ചോദിക്കുമ്പോൾ 3,65,00,000 രൂപയാണ് എൻ്റെ ഇപ്പോഴത്തെ കടം എന്ന് പറയുകയും, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത് വെച്ചാൽ, അത് കിട്ടും സാറേ പിന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, കിട്ടും സാറേ പിന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോഴെന്റെ അവസ്ഥ 3,65,00,000 രൂപയാണ് കടം, ഇതെങ്ങനെ കൊടുക്കും? അതൊക്കെ വീണ്ടും എനിക്ക് ഇത് തന്നെ കിട്ടും എന്നുള്ള വിശ്വാസമുള്ള ആളോട് ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു പാവ മനുഷ്യനാണ്, എന്നെ വിട്ടേക്ക്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധ്യമേ അല്ല എന്ന്. നിങ്ങൾ പറയുന്ന ഫീസ് എത്ര വേണമെന്ന് തരും, ഞാൻ പേ ചെയ്താൽ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് സമയമില്ല ഇതിന് എന്ന് പറഞ്ഞ് ദയവായി ഞാൻ ഒഴിവാക്കിയതാണ്. ആള് നാളെ ചിലപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ടേക്കാം. ദയവ് ചെയ്ത സഹോദര, നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്ന് മാത്രം പറയുന്നു. ബാക്കി എന്ത് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താലും സോറി ടു സേ, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കഞ്ചാവിന്റെയോ മറ്റു വിഷയങ്ങൾ ഒന്നും പോകുന്നില്ല ഇപ്പൊ, കാരണം അത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നതെന്നും അറിയാം, അവർക്കത് അറിയാം, പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ള വ്യത്യാസം. ഇത് അറിഞ്ഞുകൊണ്ടൊരു ക്രൈം ചെയ്യുന്നതും അറിയാതെ ഒരു ക്രൈമും ചെയ്യുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അറിയുക, പഠിക്കുക, എന്നിട്ട് ചെയ്യുക, എന്നിട്ട് വിജയിക്കട്ടെ, എല്ലാവരും വിജയിക്കട്ടെ എന്നുള്ളത് തന്നെ പ്രാർത്ഥന. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഓൺലൈൻ ട്രേഡിംഗ്, ഇതെല്ലാം ഇതിന്റെ ഒരു ഉപോൽപ്പന്നങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ഒറ്റ പ്രയോഗത്തിൽ റിസൾട്ട് ലഭിച്ച അഫർമേഷൻസ് എന്നുള്ളതാണ്, അല്ലേ? നമ്മളെല്ലാവരും മിക്ക ഇവിടെയുള്ള ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇവിടെ പങ്കെടുത്ത 188 പീപ്പിൾസും യൂട്യൂബ് വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുകളും എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ അഫർമേഷൻസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും.
അഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. സ്വാഭാവികമാണ് എന്ന് എനിക്കറിയാം. അഫർമേഷൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരൊന്നും ഇവിടെ വരുന്നില്ല. ഇനി അഥവാ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, അഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തുണ്ട്. ഇതിന് മലയാളത്തിൽ പറയുന്ന വാക്ക് സ്ഥിരീകരണങ്ങൾ എന്നുള്ളതാണ്. എന്താണ് സ്ഥിരീകരണങ്ങൾ? കൺഫർമിറ്റി എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയില്ലല്ലേ? നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മറ്റത് പറഞ്ഞപ്പോൾ ഞാനങ്ങ് അതിലേക്ക് പോയി. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. 2 പരിപാടികൾ കടന്നാൽ മാത്രമല്ലേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാൻ പറ്റൂ അല്ലേ? അത് മറന്നുപോയി. കമാൺ, അതൊന്ന് വരട്ടെ. യെസ് 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 യെസ്, അതാണ് എന്നെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയല്ലേ. യെസ് യെസ് യെസ്, എല്ലാവരും വരട്ടെ. റെഡി റെഡി. ഇനി ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കണ്ടേ? ഒരു സ്ഥിരീകരണങ്ങൾ കൂടി കൊടുത്തിട്ടല്ലേ നമ്മൾ അടുത്ത പരിപാടിക്ക് പോകും അല്ലെ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? ഹൗ ഡു യു ഫീൽ നൗ? യെസ്, അതും കൂടി വരണം അല്ലെ. ഹൗ ഡു യു ഫീൽ നൗ? യെസ്, ഒരാള് നമ്മുടെ സ്വിച്ച് വേർഡ് ഉപയോഗിച്ചു. എ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ടു ഹർ. ദ സ്വിച്ച് വേർഡ്. ഒറ്റ ദിവസം പറഞ്ഞ് സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. യെസ്, സ്വിച്ച് വേർഡ് വരട്ടെ. നമുക്ക് അത് പറയുന്നത് സ്വിച്ച് വേർഡ് ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ലേ? യെസ് യെസ് യെസ്. അപ്പോ ഇപ്പൊ ഇത് കാണുമ്പോൾ യൂട്യൂബ് വീഡിയോ ആൾക്കാർക്ക് ഈ ചാറ്റിംഗ് കാണാൻ പറ്റില്ല. അവരോടുള്ള പറയലാണ്, നമ്മൾ സ്ഥിരമായി ഹൗ ഡു യു ഫീൽ എന്ന് പറയുമ്പോൾ ഐ എം ഹാപ്പി എന്ന് പറയും എല്ലാവരും അല്ലെ? എല്ലാവരും ഹാപ്പി എന്ന് പറയും, സന്തോഷം എന്ന് പറയും, ജോയ് എന്ന് പറയും അല്ലെ? ജോയ് ആണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് അഫർമേഷൻസ് എന്താണെന്ന് പഠിക്കാം. നിങ്ങൾ അഫർമേഷൻ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അഫർമേഷൻ എന്താണ് എന്ന് എത്ര പേർക്കറിയാം? വാട്ട് ഈസ് അഫർമേഷൻസ്? സ്ഥിരീകരണങ്ങൾ എന്താണ്, എന്തിനാണെന്ന് അറിയുന്നവരുണ്ടോ ഇവിടെ? അറിയുന്നവർ എസ് പറയാ, അറിയാത്തവർ നോ പറയാ. അറിയുന്നവരാണ് കൂടുതലെങ്കിൽ ഞാൻ നേരെ അഫർമേഷൻസ് പറഞ്ഞു പോയാൽ മതി. അറിയണമെങ്കിൽ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചു തരാം. ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാം. ഈ മാസം ഒക്ടോബർ മാസം 13-ാം തീയതി കൊച്ചിയിൽ വെച്ച് നമ്മുടെ ഒരു ലൈവ് സെഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ആൾക്കാരുടെ എണ്ണം അനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത്. കാരണം നമ്മൾ ദുബായിലും 6-ാം തീയതി ദുബായിലും 13-ാം തീയതി കൊച്ചിയിലുമാണ് പരിപാടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കും കോഴ്സിൽ ആ ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നമുക്ക് അവിടെ വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് കൊച്ചി എന്ന ചോദ്യത്തിന് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കൊച്ചിയാണ്. ദുബായ് ലൊക്കേഷൻ എന്തായാലും ഏത് ഹോട്ടലാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ദുബായിലാണ്. ദുബായ് ദുബായ് ബാർ ദുബായ് ആയിരിക്കും. ഏത് ഹോട്ടലാണോ അവൈലബിൾ ആയത് അവിടെ ആയിരിക്കും എന്നുള്ളതാണ് ദുബായെ പറ്റി. കൊച്ചിയിൽ ഏതാണ് ഹോട്ടൽ എന്ന് നമ്മുടെ എണ്ണം അനുസരിച്ചായിരിക്കും അന്നത്തെ അതിന്റെ പരിപാടി. വിജയദശമിയാണോ? അത് ലീവല്ലേ? എന്തായാലും ഞായറാഴ്ചയാണ് വെച്ചിരിക്കുന്നത്, സൺഡേ ആണ്. അപ്പോൾ വരുന്നവർ അവിടെ കൺഫേം ചെയ്യുക. എത്രയാണ് ഫീസ് എന്നൊന്നും ഇപ്പോൾ എനിക്ക് കൺഫർമേഷൻ അറിയില്ല. കാരണം ആൾക്കാരുടെ അനുസരിച്ചും ഹോട്ടൽ നമ്മൾ എടുക്കുന്ന ഹോട്ടലിന്റെ ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചും ആണ് വരുന്നത്. ഫാമിലിയെ കൂട്ടിക്കോളൂ. ഫാമിലി ആയിട്ട് വരുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഫാമിലി എണ്ണം പറയണം. കാരണം ഹോട്ടലിൽ നമ്മൾ നമ്പേഴ്സ് ആണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് എണ്ണം പറയണം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ടോട്ടൽ പാർട്ടിസിപ്പേറ്റ്, ഞാൻ അതിനകത്ത് ആ ഒരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യാം. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ വെക്കാം. നമുക്ക് 1-ാം തീയതിക്ക് മുമ്പേ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ടൈം രാവിലെ തൊട്ട് വൈകിട്ടാവണം ആയിരിക്കും. ടൈം രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5-6 മണി. നിങ്ങളുടെ ഓരോ ആളും പോകുന്നതനുസരിച്ചുള്ള പരിപാടിയൊക്കെ ക്ലാസ് ആയിരിക്കും. മണി മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ഇവിടെ സംഭവിക്കുന്നതെല്ലാം അവിടെ ഉണ്ടാവും. നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കാം. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാം. ഒള്ളി ക്ലാസ് മാത്രമാണ്, വേറെ എന്റർടൈൻമെന്റ് പരിപാടിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം അതിന് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആ ക്ലാസ് മാത്രമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഉള്ളവർ പെട്ടെന്ന് ഫില്ല് ചെയ്ത് അയച്ചേക്കാം ഫോം. ഇല്ലാത്തവർ ഇനിയിപ്പോ യൂട്യൂബ് വീഡിയോ കാണുന്നവർ നിങ്ങൾ അഡ്മിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഡ്മിൻ ഈ കാര്യം ചെയ്തു തരും എന്നുള്ളതാണ്. ഇനി ക്ലാസിന്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് ഹാൻഡ് റൈസിംഗ് ഇല്ല. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം കേട്ടോ വീര. ഓക്കെ, അപ്പോൾ നമുക്ക് അഫർമേഷൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അഫർമേഷൻസ് കൃത്യമായി അറിയില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയണം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്റെ ക്ലാസ് രാവിലത്തെ മെഡിറ്റേഷൻ വരുന്നവരെ മെഡിറ്റേഷൻ വിത്ത് അഫർമേഷൻസ് ആണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത്.
പക്ഷെ അഫർമേഷൻസിന്റെ സയൻസ് എന്താണ്, അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അഫർമേഷൻസ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് പറയാം, എന്നിട്ട് കുറച്ച് അഫർമേഷൻസ് എടുത്ത് നമുക്കിവിടെ പരീക്ഷിക്കാം, എന്നിട്ട് അതിന്റെ റിസൾട്ട് കൂടി നമുക്ക് എടുക്കാം. ഇതാണ് പറയാനുള്ളത്. റെഡി അല്ലേ? എല്ലാവരും റെഡി ആണല്ലോ? യെസ്, എവരിബഡി റെഡി ഫോർ ഇറ്റ്, റൈറ്റ്? 1 2 3 4. ഒന്നുകൂടി റെഡി ആയിക്കോട്ടെ എല്ലാവരും. അതിനിടയിൽ സബ്ജക്ട് മാറ്റിക്കൊണ്ടാണ്. യെസ്, എല്ലാവരും റെഡിയാണ്. അഫർമേഷൻ എന്നാൽ നമ്മൾ സ്വയം നൽകുന്ന പോസിറ്റീവ് പ്രസ്താവനകളാണ്. നമ്മൾ നമ്മോട് തന്നെ പറയുന്ന പ്രസ്താവനകളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കി നമ്മുടെ മനസ്സിനെ ഇങ്ങനെയാക്കി തീരണമെന്ന് തീരുമാനിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്കിനുകളാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി നിങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ചില കാര്യങ്ങൾ ഞാനിവിടെ ചേർത്ത് പറഞ്ഞു പോകും. അത് ആവശ്യമാണെന്ന് തോന്നും. അതുകൊണ്ട് പലപ്പോഴും ഞാൻ തിരുത്താറുണ്ട്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് പറയാറുണ്ട്. ഒന്ന് പറയാം, സാറേ എന്നും പ്രശ്നങ്ങളാണ്, സാറേ എന്നും പ്രശ്നങ്ങളാണ്. അഫർമേഷൻ ആണോ ഇത്? യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന കൺഫർമേഷൻ എന്താണ്? നിങ്ങൾ ഇതുവരെ കേട്ടതൊക്കെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ. അതിന് വ്യത്യസ്തമായി ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണോ സ്ഥിരമായി നിങ്ങളുടെ മനസ്സിനോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ അഫർമേഷൻ. സാറേ പ്രശ്നമാണ്, സാറേ ശരിയാവുന്നില്ല, സാറേ ടെൻഷനാണ്, സാറേ ദുരിതമാണ്, സാറേ എന്നും കഷ്ടമാണ്, സാറേ എൻ്റെ വീട്ടിൽ എന്നും വിഷയമാണ്, സാറേ ഭർത്താവ് എന്നും കള്ളുപിടിക്കുന്ന ഒരാളാണ്, സാറേ ഭാര്യ ഒന്ന് പറഞ്ഞതും കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഈ കൺഫർമേഷൻ എത്ര പേര് നിരം ആവർത്തിക്കുന്നുണ്ടെന്നൊന്ന് പറയാമോ? ഇത്തരം പ്രസ്താവനകളെ നമ്മൾ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നില്ലേ? പറഞ്ഞു പോകുന്നിടയിൽ തന്നെ നമ്മൾ പറയാറില്ലേ, ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? ഇന്നലെ ഞാൻ വിചാരിച്ച കാര്യം ഞാൻ വിചാരിച്ച സമയത്ത് നടന്നില്ല. എന്താണ് പ്രശ്നം അതിനകത്ത്? പക്ഷെ പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? അറിയില്ല, പക്ഷെ പ്രശ്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ പറയണേ, അല്ലെ? അപ്പോൾ അഫർമേഷൻസ് ഇങ്ങനെയുമുണ്ട്. ഇതിനെ മാറ്റി പറയാൻ എപ്പോഴാണോ നമ്മൾ ശീലിക്കുന്നത്, അതായത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൾക്കൊന്നും പ്രശ്നം വേണ്ട, അത് പ്രശ്നം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ട് പറയുന്നത് പ്രശ്നത്തെ പറ്റി. ഇതെപ്പോഴാണോ നമുക്ക് മാറ്റി പറയാൻ സാധിക്കുന്നത്, പ്രസ്താവനകളെ എപ്പോഴാണോ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്, പ്രസ്താവനയെ എപ്പോഴാണോ പുനഃസ്ഥാപനം നടത്തുന്നത്, വാക്കങ്ങനെ പറയേണ്ടി വരും, ഏതൊരു കാര്യത്തെ നമ്മൾ എപ്പോഴാണ് പുനഃസ്ഥാപനം നടത്തുന്നത്, അപ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമായി മാറുന്നത്. അപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ പോസിറ്റീവോ നെഗറ്റീവോ എന്നതിന് പ്രാധാന്യത്തെക്കാൾ നമ്മുടെ മനസ്സിനെ അത് കണക്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ്. മനസ്സിന്റെ ശക്തിയിലേക്ക് എന്താണോ നൽകുന്നത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് എന്താണോ നൽകുന്നത്, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ വരികിൽ അതാണ് ഇതിന്റെ സയൻസ്, അതാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നതും, അല്ലെങ്കിൽ നമ്മുടെ എനർജിയെ പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പറയുമ്പോഴോ എന്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നുവോ അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും ആ സ്റ്റോർ ചെയ്തതിനനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് യാതൊരു തർക്കവും. ഇത് കോമൺ എല്ലായിടത്തും നടക്കുന്നതാണ്. കമ്പ്യൂട്ടറിൽ നിങ്ങൾ എടുക്കുമ്പോൾ റോങ് എന്നുള്ള കമാൻഡ് കൊടുത്ത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റോങ് അല്ലേ സംഭവിക്കുള്ളൂ എന്ന പോലെ ആ കമാൻഡ് പവർ നമ്മൾ റോങ് കമാൻഡുകൾ നമ്മളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് ശരിയായി പ്രവർത്തിക്കുക? അപ്പോൾ അഫർമേഷൻസ് നമ്മുടെ മനസ്സിന്റെ ശക്തിയിലേക്ക് പോസിറ്റീവ് സൂചനകൾ വഴി, പോസിറ്റീവായ കാര്യങ്ങൾ വഴി കൊണ്ടുപോയാൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ചിന്തിപ്പിക്കുന്നതായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക, ജീവിതത്തിലെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നതിന് എങ്ങനെയാണോ വേണ്ടത് അത് പറയുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ നിന്നും മാറ്റപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നത് സത്യമാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനോട് താതാത്മ്യപ്പെടാൻ, ആ ആഗ്രഹത്തോട് യോജിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് പറയാം, സാറേ എന്റെ വീട്ടിൽ എന്നും ടെൻഷനാണ്. എന്താണ് വിഷയം? എനിക്ക് എന്നും വിഷയമാണ്. ഓക്കെ, കാര്യം എന്താണ്? കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ, ആ കാര്യത്തിന്റെ മാറ്റത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആദ്യം എന്നും എനിക്ക് ഈ വിഷയമുണ്ട് എന്ന് പറയുന്നയാൾ എന്ത് വിഷയമാണ് എനിക്ക് വേണ്ടത് അവിടേക്ക് ആലോചിക്കാറുണ്ട് എപ്പോഴെങ്കിലും? ഇത് ആലോചിക്കാത്തവന് എങ്ങനെ അതിന് ആഗിരണം ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് എടുക്കാൻ പറ്റും? അപ്പോൾ അഫർമേഷൻസ് ഉപയോഗിക്കുക വഴി നമ്മൾ ആ കാര്യത്തിൽ രഹസ്യമായൊരു വിശ്വാസം ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞാൽ എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ സ്വയം, ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് സ്വയം അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും എസ് ആർ എന്ന് പറയും, ഇല്ലാത്തവരും മിണ്ടാതിരിക്കും. അങ്ങനെ ആവരുത്. സത്യസന്ധമായി നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുക. സത്യസന്ധമായി മാത്രമേ ഈ ആൾക്കാർ പ്രതികരിക്കാവൂ. ഞാൻ ഇത്രയും ആൾക്കാരെല്ലാവരുടെയും പ്രതികരണം ഒന്ന് എടുക്കുകയാണ്. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ നിങ്ങൾ ഇല്ലെങ്കിലും പറയും, നിങ്ങൾ ഉണ്ടായാലും പറയും. അപ്പോൾ ഓരോ വാക്കുകളും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധത്തിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാണ്. ഞാൻ ഒരു വിജയിയാണ്, ഞാൻ ഒരു വിജയിയാണ്. നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? ടൈപ്പ് ചെയ്തോളൂ, എസ് ഓർ നോ ടൈപ്പ്. നിങ്ങളെ പേര് വെച്ച് ടൈപ്പ് ചെയ്തോളൂ. വെറുതെ എസ് പറയരുത്, ദയവ് ചെയ്ത്. കാരണം നിങ്ങളെ മനസ്സിനെ മാറ്റാനാണ് ഇവിടെ ഇരിക്കുന്നത്. മാറ്റാൻ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഉള്ളതിനെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, കാരണം ഇത് എപ്പോഴാണോ നമ്മൾ അംഗീകരിക്കുന്നത്, എന്ത് തന്നെ ആയാലും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നത്, എങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ഇതിനെ ആ നോ എന്നതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് എന്ന ചോദ്യം ഞാൻ എന്ന് പറയണം. ചോദ്യം എപ്പോഴും വൈ എന്നുള്ള ചോദ്യം ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ നോ എന്നോ യെസ് എന്ന് പറയുമ്പോഴും ടേക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഐ ആം നോട്ട് എ വിന്നർ ഓർ വൈ ഐ ആം എ വിന്നർ. ഈ കൺഫോമിറ്റി നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ സാധിക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കം. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കൺഫേമിറ്റി ആയിട്ട് അവിടെ കൊടുക്കുമ്പോൾ, അതായത് ഉറപ്പിച്ച് അവിടെ പറയുമ്പോൾ, ഇന്ന കാരണം വെച്ചിട്ടാണ് ഞാൻ തോറ്റത്, ഇന്ന കാരണം വെച്ചാണ് ഞാൻ ജയിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ, അതിന് ചികഞ്ഞെടുക്കുമ്പോൾ, പിന്നെ നിങ്ങളുടെ പോക്കെല്ലാം എങ്ങോട്ടായിരിക്കും? യഥാർത്ഥത്തിലേക്കായിരിക്കും, അല്ലെ? വിജയായ ആൾക്കാരോട് ഞാൻ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങളൊരു വിജയായത്? എന്താണ് നിങ്ങളുടെ വിജയം? ബുക്കെടുത്ത് എഴുതൂ, ഒരു നോട്ട് ബുക്ക് എടുത്ത് എഴുതൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് മാറ്റപ്പെടുന്നത്. വലിയ പ്രക്രിയകളൊന്നും ആവശ്യമില്ല. ഈ ബോധം, ഈ വിശ്വാസം, ഈ ദൃഢത, ഇതെപ്പോഴാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അപ്പോഴാണ് പിന്നെ നമുക്ക് അഫർമേഷൻസ് ഒക്കെ കംപ്ലീറ്റ് മാറി. ഇപ്പൊ രാവിലെ ഞങ്ങൾ എല്ലാ ദിവസവും 10ഓളം അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയി പറഞ്ഞു വരുമ്പോ ആദ്യമുണ്ടായ അവസ്ഥയേ അല്ല. നിങ്ങളൊരു ധനവാനാണ്, ഞാനൊരു ധനവാനാണ്, ഞാനൊരു ധനവാനാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇപ്പൊ പറഞ്ഞു മാനിഫെസ്റ്റേഷൻ, സാറേ പൈസ വന്നു. യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ പൈസയെ ആഗിരണം ചെയ്തെടുത്തത്. നിങ്ങൾ അത് ആണ് എന്ന് സ്ഥിരീകരിച്ചാണ്. ഓരോ ദിവസവും ഞാൻ എൻ്റെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഊഷ്മളമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ യഥാർത്ഥമായ വശം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ അഫർമേഷന്റെ അടിസ്ഥാനമായ തത്വം മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കുറെ മാലിന്യങ്ങളെ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നതാണ് ചിന്തിക്കുന്നത്. അതാണ് ഇതിലൂടെ പ്രത്യേകത. അപ്പൊ ഇവിടെ കുറച്ച് ശാസ്ത്രീയമായ വിശകലനം കൂടി ഞാൻ പറഞ്ഞു പോകാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സയൻസ് എന്താണെന്ന് പറയാം. അത് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഘടകങ്ങളെ
ആശ്രയിച്ച് പറയേണ്ടി വരും. മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം ആണ് മനസ്സ് എന്നാണ് നമ്മൾ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വിഷയം. ആ ബ്രെയിൻ സിസ്റ്റത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെ, ആ ബ്രെയിനിന്റെ കാര്യങ്ങളെ പറ്റി പറയുന്ന ശാസ്ത്രശാഖയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ ന്യൂറോസ് പ്ലാസ്റ്റിസിറ്റിയിലും, അല്ലെങ്കിൽ അതിന് എറിക്സൺ തിയറി എന്ന് പറയുന്ന മറ്റൊരു തിയറി ഉണ്ട്. ഈ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിന്റെ പ്രവർത്തന ശക്തിയിൽ അടിസ്ഥാനപ്പെട്ട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രധാന ശാസ്ത്ര കാര്യക്ഷമമായ ഒരു സിസ്റ്റത്തെ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മനുഷ്യ ബുദ്ധി അഥവാ പഴയ ചിന്താപാതകളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ചിന്താപാതകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എല്ലാം സംഭവിക്കുന്നത് ന്യൂറോൺസ് ഫയറിങ്ങും വയറിങ്ങും നടക്കുമ്പോഴാണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ വിജയ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ന്യൂറോൺസ്, ഒരു വിജയുടെ ന്യൂറോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ന്യൂറോൺസിന്റെ ഒരു പാത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ നമ്മുടെ ചിന്തകളിൽ എപ്പോഴാണോ ഈ കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്, ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്, അപ്പോൾ ആ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുകയും വിജയ് ആണെന്ന് സ്ഥാപിച്ചു തരികയും ചെയ്യും. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചിന്തകളെല്ലാം ആ വിജയുടേത് എങ്ങനെയായിരിക്കണം എന്നത് മാത്രമല്ല. കാരണം അത് മാത്രമേ ബ്രെയിൻ സെർച്ച് ചെയ്തെടുക്കുള്ളൂ. കാരണം ആദ്യം കൊടുത്ത സിഗ്നൽ എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ബ്രെയിൻ എല്ലാം സെർച്ച് ചെയ്തത്. കമ്പ്യൂട്ടർ പ്രോഗ്രാം അറിയുന്നവർക്ക് അറിയാം, നമ്മൾ ഒരു കാര്യത്തെ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഒരു എന്താ പറയാ, പെർസെൻറ്റേജ് എന്നുള്ള സൈൻ അവിടെ കൊടുക്കും. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് പോലെ നമ്മൾ ഈ അഫർമേഷൻ കൊടുക്കുന്നത് വഴി, ഇതിന്റെ ന്യൂറോൺസ് സെറ്റ് ചെയ്യുന്നത് വഴി, ഇത് നമ്മുടെ സെർച്ച് എവിടെയാണോ വിജയത്തെ പറ്റി, നമ്മളൊരു പ്രവർത്തനത്തെ പറ്റി പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ അതിന് തത്തുല്യമായ കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്യുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നു. സിമ്പിൾ ആണ്, ഒരു വളരെ കോൺഷ്യസ് ആയിട്ട് പറയുന്നില്ല. ഇത്രയും പറഞ്ഞാൽ തന്നെ മനസ്സിലാവും തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായവരൊന്ന് ടൈപ്പ് ചെയ്തു, സാർ ഐ ഗോട്ട് ഇറ്റ്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കേണ്ടി വരും. ഇത് കുറെ ഡീപ്പായിട്ട് നമ്മൾ പറയുന്നത് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിലാണ്. ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കുന്നത്. പെട്ടെന്ന് പിഴ കിട്ടിയവർ വളരെ സന്തോഷപൂർവ്വം മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഭഗവാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എന്നിൽ സറണ്ടർ ചെയ്തു പറഞ്ഞവരെ, നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എനിക്ക് കീഴടങ്ങുക. കാരണം എല്ലാ പാപകരമായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക, എല്ലാ പാപകരമായ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ട് എന്നിലേക്ക് കീഴടങ്ങുക, ഞാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കാമെന്ന്. അപ്പോൾ ഇത് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ദയവേതൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾ ആ പാപകരമായ വാക്കുകളെയെങ്കിലും ഒഴിവാക്കിയാൽ മതി, അപ്പോൾ തന്നെ മാറ്റമുണ്ട്. ഇത് ക്ലിയർ ആയോ ഈ സംഭവം? എനിക്കൊന്നും മനസ്സിലായില്ല സാർ. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സാധനങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇതൊക്കെ വിട്ടേക്കും. അവിടെ സറണ്ടർ ചെയ്യൂ. ഞാൻ ഇനി ഈ വാക്കുകൾ ഉപയോഗിക്കില്ല, ഇഷ്ടമാണ്, എനിക്ക് പറ്റില്ല, ഒന്നില്ല, നന്ദിയോടെ എല്ലാം പറയൂ. സർവധാൻ പരിജ്ഞാനമാമേന ശരണം. അപ്പൊ നമ്മള് അത്രമാത്രമെങ്കിലും ചെയ്താൽ മതി. മറ്റത് ചെയ്തിട്ട് നിങ്ങൾ കുറെ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളൊന്നും വിശ്വസിക്കൂ, ഈ സാധനം പറയുന്നതിലൂടെ എനിക്ക് മാറ്റമുണ്ടാവുമെന്ന് വിശ്വസിക്കൂ. മറ്റതിനെ നിങ്ങൾ ഒഴിവാക്കും. കിട്ടിയില്ല, തന്നില്ല, പോയില്ല, പറ്റിയില്ല, അവൻ അങ്ങനെയാണ്, മറ്റാളിങ്ങനെയാണ്, അവനിങ്ങനെയാണ്, അവരിങ്ങനെ ചെയ്തു, ഇതൊക്കെ ഒന്ന് വിട്ടേക്കും. നിങ്ങളിലേക്ക് ഒന്ന് വരും. എന്നിട്ടൊന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന സാധനത്തെ പ്രാക്ടീസ് ചെയ്യും. 100% റിസൾട്ട് ഉറപ്പാണ്. ഇതെല്ലാം പഠിച്ചിട്ടല്ലല്ലോ എല്ലാവരും ഉണ്ട് അല്ലേ? പക്ഷെ ഇത് അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അറിയാതിരുന്നാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റൊരു കാര്യം അറിയാത്തത് പോയി ചെയ്യരുത്, അപ്പോൾ നെഗറ്റീവ് ഫലം ഉണ്ടാക്കും. ഇനി സബ് കോൺഷ്യസ് മൈൻഡിലെ മാസ്റ്ററിങ് എങ്ങനെയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് കൂടി, ഇത് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെയാണ് ഈ സാധനം, സബ് കോൺഷ്യസ് മാസ്റ്ററിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മനസ്സിന്റെ പ്രവർത്തന തത്വം അഫർമേഷനുള്ള ശക്തിയെ വിശദീകരിക്കുന്നു എന്നാണ് പറയുക. അതായത് സബ് കോൺഷ്യസ് മാസ്റ്ററിങ് തിയറി പറയുന്നത്, ഒരു വ്യക്തി ആവർത്തിക്കുന്ന ചിന്തകൾ, വാക്കുകൾ വ്യക്തിയുടെ ദൈനംദിന അവബോധത്തിൽ തന്നെ അവഗണിക്കപ്പെടുന്നവയാണെങ്കിലും അവ സബ് കോൺഷ്യസ് തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ്. ഞാൻ എന്നും പറയുന്ന അതേ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ
നിങ്ങളുടെ വാക്കുകളായി മാറുന്നു, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളായി മാറുന്നു, നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതമായി മാറുന്നു. നിങ്ങൾ തന്നില്ല, വന്നില്ല, തന്നില്ല, പോയില്ല, കിട്ടിയില്ല അങ്ങനെയുള്ള ചിന്തകളാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവിൽ തുമ്പത്ത് വരുന്നതോ നിങ്ങളുടെ ചിന്തയിൽ ഡെവലപ്പ് ചെയ്യുന്നതോ അതേ സാധനമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അതായി തീരുകയും നിങ്ങളുടെ ജീവിതം തന്നെ അതായി തീരുകയും ചെയ്യുന്നു. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ സബ് കോൺഷ്യസ് തലത്തിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറുന്നു. ചിന്തകൾ മാറുമ്പോൾ പിന്നെ പ്രവർത്തനങ്ങളെല്ലാം മാറുന്നു, ജീവിതം അതായി മാറുന്നു. എന്നൊരു സഹോദരി വലിയ വിഷയവുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. സന്തോഷം. വലിയൊരു മാറ്റത്തിലാണ് ഞാൻ ആ സഹോദരി എഴുന്നേറ്റ് പോയത്. സാറേ ഇത് ഇത്രയേ ഉള്ളൂ അല്ലേ, ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ പറ്റി ആലോചിച്ച് മെനപ്പെടുത്തുന്നത്? ഞാൻ എന്നെ പറ്റി ഒന്ന് ആലോചിക്കാമല്ലോ, എനിക്ക് എന്നെ മാത്രം ആലോചിച്ചാൽ പോലെ, എന്നല്ലേ എനിക്ക് നന്നാക്കേണ്ടത്, ഞാൻ എന്നെ നന്നാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പോയൊരാളുണ്ട്. മറ്റൊരു അപ്പൊ ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇതേ സമയം തന്നെ ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് എങ്ങനെയാണ് ഒരു വിജയിയാണ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ വീണ്ടും അത് തന്നെയാണ്. ഞാനൊരു വിജയാണെന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആ വിജയത്തെ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആവർത്തിച്ച് പറയുമ്പോൾ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം അതായിത്തീരുന്നു. പിന്നെ വിജയമാവാതിരിക്കുന്ന യാതൊരു തർക്കവും യാതൊരു വഴികളുമില്ല അല്ലേ? വേറെ വഴികളേ ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ വിജയാണ്. അപ്പോൾ ഇവിടെയും അവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എപ്പോഴും യാഥാസ്ഥികതയിൽ നിന്ന് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. എന്ന് വെച്ചാൽ നിങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തെ പറഞ്ഞിട്ട് കൺഫർമേറ്ററി കൊടുക്കാൻ നിന്നാൽ മൈൻഡ് അത് റിജക്ട് ചെയ്യും എന്ന് സിമ്പിൾ ആയിട്ട്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാത്രിയും അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമെന്ന് ചിലപ്പോൾ ആയെന്ന് വരും. പക്ഷെ ഇലക്ഷനൊക്കെ പോയി നിൽക്കേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ടിട്ട് അവർ പ്രധാനമന്ത്രി ആക്കും. ആക്കിയ ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് നിങ്ങളുടെ മനസ്സ് അംഗീകരിച്ചിട്ടെങ്കിൽ ആവും, ഇല്ലെങ്കിൽ ആവില്ല. അവിടെ മനസ്സ് അതിനെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നതാണ് പ്രധാനം. അത് മറക്കരുത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അത് ക്ലിയർ ആയാൽ മാത്രമേ എന്തെങ്കിലും ക്ലാസ് എടുത്തുകൊണ്ട് ഗുണമുള്ളൂ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ടൈപ്പ് ചെയ്യുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരും ഇതൊന്ന് മറക്കാതിരിക്കുക. നിങ്ങളുടെ കമന്റ് ആണ് നിങ്ങളുടെ ഇതിനുള്ള ഇൻവോൾവ്മെന്റ് എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾ കേട്ടിരുന്ന് പോകും. അവസാനം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സാർ എന്തിപ്പോഴും പറഞ്ഞത്, ആ സാർ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? അത് വേണ്ട. നമുക്ക് ഇൻവോൾവ്മെന്റ് സ്പെൻഡ് ചെയ്യുന്ന ഓരോ മണിക്കൂറും വിലയുള്ളതാണ്. ഇന്നൊരാൾ പറഞ്ഞു, സാറ് 3 ക്ലാസ്സിൽ എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് ഉള്ളത് 1 മണിക്കൂറാണ് സമയം, ഈ 1 മണിക്കൂർ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. ആദ്യം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ പറ്റുമോ? കാരണം ഞാനത് മാറ്റിവെച്ചു. പക്ഷെ ആ 1 മണിക്കൂർ അഫർമേഷനും നമ്മുടെ മെഡിറ്റേഷനും കൊണ്ട് കഴിഞ്ഞു. പിന്നെ ക്ലാസ് എപ്പോൾ കാണും? 1 മണിക്കൂറേ സമയമുള്ളൂ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും വിലയുള്ളതാണ്, മറക്കരുത്. അതുകൊണ്ട് കുറേ സമയം പറഞ്ഞ് നിങ്ങളെ ഇരുത്താനില്ല. ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് പോകുന്നവരും ബാക്കി പരിപാടികൾ മാറ്റി വെച്ചിരുന്നപ്പോൾ അവിടെയും വീട്ടിലും എല്ലാ കാര്യങ്ങളും നോക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത കാര്യം പറയാം. ഇനി ഒരു തിയറി കൂടിയുണ്ട്, സെൽഫ് ഫുൾഫില്ലിംഗ് തിയറി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് സെൽഫ് ഫുൾഫില്ലിംഗ് തിയറി. എന്താണ് സെൽഫ് ഫുൾഫില്ലിംഗ്? അത്ര പറയുമ്പോൾ തന്നെ ബാക്കി അർത്ഥങ്ങളെല്ലാം മനസ്സിലായി അല്ലെ? നമ്മളെ ഫുൾഫില്ല് ചെയ്യുന്ന ഒരു കാര്യത്തെ എപ്പോഴാണോ ചെയ്യുന്നത്, സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്നാണ് ആ തിയറിയുടെ പേര്. അത് പറയുന്നത്, ഇതൊരു സൈക്കോളജിക്കൽ സിദ്ധാന്തമാണ്. ഒരു വ്യക്തി താൻ വിശ്വസിക്കുന്നതിനെ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അതിൽ പ്രകാരം അവൻ അങ്ങനെയുള്ള ഫലങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ്. ഒരു വ്യക്തി അവൻ വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? നേരത്തെ പറഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ തന്നെ കണക്ട് ചെയ്ത് വേണം അല്ലെ? ഒരു വ്യക്തി അവൻ എന്ത് വിശ്വസിക്കുന്നു അതാണ് അവൻ. അപ്പോൾ വിശ്വാസം മാറിയാൽ പ്രവർത്തനം മാറുമല്ലോ അല്ലെ? വിശ്വാസമായാൽ പ്രവർത്തനം മാറും. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ തിയറി വെക്കുന്നത് പോലും നമ്മൾ എടുത്ത് എല്ലാത്തിനും ഫണ്ടമെന്റൽ ഒന്ന് തന്നെയാണ്. നമ്മൾ വിശ്വാസത്തെ മാറ്റുക, നമ്മൾ വിശ്വസിക്കുന്നതിനെ മാറ്റിയാൽ നമുക്കത് സംഭവിക്കുമെന്ന് സിമ്പിളായിട്ട് പറയും. ഇനി രണ്ടാമത്, ഇത് ഇത്രയും മതി എന്ന് തോന്നുന്നു. കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ പറഞ്ഞു തന്നിട്ട് കൂടുതൽ ഇതിലേക്ക് പോകണ്ട. ഞാൻ കുറച്ച് കാര്യം, ഒരു 4 കാര്യങ്ങൾ കൂടി 5 കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. എന്താണ്?
എന്താണ് ഈ റിസൾട്ട് കിട്ടാനുള്ള പ്രധാനമായും അല്ലെ നമ്മൾ പറയുന്ന വിഷയം ഒറ്റ പ്രയോഗത്തിൽ റിസൾട്ട് കിട്ടാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 5 ഘടകങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടീസ് കൂടി ചെയ്യാം കേട്ടോ. ഈ 5 ഘടകങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, എല്ലാവരും ശ്രദ്ധിക്കുക, എഴുതി വെച്ചോളൂ. ഒരിക്കലും ഈ അഫർമേഷൻസ് ചെയ്യുമ്പോൾ ഈ 5 ഘടകങ്ങളെ മറക്കരുത്. ഇവരെല്ലാവരും എഴുതി വെക്കാൻ റെഡിയാണോ? എനിക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, നിങ്ങളെ ആരെയും കാണുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ഓരോ വാക്കുകളും പറയുന്നത് ആരോടാണ്? ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒറ്റ ആളോടാണ്. ആളുടെ പേരൊന്നും എഴുതാമോ? ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട്. ആളുടെ പേരൊന്ന് എഴുതാമോ താഴെ കമന്റ് ബോക്സിൽ? നിങ്ങളുടെ പേര് എഴുതൂ, നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്. എന്നെ ഞാൻ കാണുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങളോടാണ്, നിങ്ങൾ ഒന്നല്ലേ അല്ലേ? എല്ലാവരും ഇല്ലല്ലോ, അതാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ കൃത്യമായിട്ട്. അപ്പോ ഇത് വളരെ പ്രാധാന്യത്തോടെ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ഓരോ വ്യക്തിയോടുമാണ്. ഒരു സെക്കൻഡ്, ഞാൻ നാളെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവുകയാണ്. തീർച്ചയായും മാം, നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ നമുക്കത് പ്രാർത്ഥിക്കാം കേട്ടോ. ഇതിനിടയിലല്ല, നമുക്കിത് കഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കൂട്ടപ്രാർത്ഥന നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും, അതിലൂടെ കൂടുതൽ കാര്യം. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ, അഫർമേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സ്ഫുടതയും ഉറച്ചതുമായ ലക്ഷ്യമുണ്ടായിരിക്കണം. സ്ഫുടതയും ഉറച്ചതുമായ ലക്ഷ്യമുണ്ടായിരിക്കണം. എന്താണ് സ്ഫുടതയും ലക്ഷ്യവും? വളരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തതയാർന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മൾ രാവിലെ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സെഷനിൽ ആദ്യം പറയും, ഇന്റൻഷൻ എഴുതൂ, ആവശ്യം എഴുതൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് എഴുതൂ. അത് എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ മെഡിറ്റേഷനും ആദ്യം അത് ചെയ്തിട്ട് മാത്രമേ ചെയ്യൂ. കാരണം ലക്ഷ്യമില്ലാതെ ഒരു യാത്രയും പരിപൂർണമാക്കാൻ സാധിക്കില്ല എന്നുള്ള തീയതി മാത്രമാണ്. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്താൽ എവിടെയും നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒറ്റ കാര്യം. അപ്പോൾ അഫർമേഷൻ എഴുതുന്നതിന് മുമ്പ് ഇതിന്റെ കൃത്യമാർന്ന ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. ക്ലിയർ ആയോ ആൾക്കാർക്ക്? ഇനി കൂടുതൽ അതിനെപ്പറ്റി പറയണ്ടല്ലോ. എപ്പോഴും അഫർമേഷൻ എഴുതുമ്പോൾ, ഞാൻ ധനവാനാണ് എന്ന അഫർമേഷൻ നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് വരേണ്ടത്? എത്രയാണ് ധനം വരേണ്ടത്? എപ്പോഴാണ് ധനം വരേണ്ടത്? എങ്ങനെയാണ് ധനം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത്? ഏത് വഴിയിലൂടെ ധനം വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ അനുഭവിക്കണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമുക്ക് അത് രണ്ടാമത് ലാസ്റ്റ് ഉദാഹരണത്തിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പോസിറ്റീവായുള്ള വികാരങ്ങൾ ചേർക്കാൻ മറക്കരുത്. അറിഞ്ഞുകൊണ്ട് പറയാണ്, സാറേ ഓക്കെ, സാർ എഴുതാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വിജയിയാണ്. നടക്കുമോ? എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ? വിജയിയാണെന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് എനർജി അങ്ങ് പുറത്തു വന്ന് കംപ്ലീറ്റ് ആയിട്ട് നിന്നുകൊണ്ട് യെസ് ഐ ആം എ വിന്നർ എന്ന് പോസിറ്റീവായി വികാരത്തോടു കൂടി പറയാൻ പറ്റണം. വികാരമില്ലാതെ അകത്തുനിന്ന് എടുത്തിട്ട് സാറെ ഊർജമായി പറയാൻ പറ്റുന്നല്ല. വികാരവും ഊർജവും വ്യത്യാസമാണ്. വികാരത്തോടു കൂടി അത് അനുഭവിക്കണം. ഒരു വിന്നർ ആകുക എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് വിന്നർ ആവേണ്ടത്? ഞാനൊരു നല്ല സ്പീക്കറായി മാറുക എന്ന് പറയുന്നത് എന്റെ ഒരു അഫർമേഷൻ ആണ്. ഐ ആം എ ഗുഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുമ്പോൾ തന്നെ ഞാൻ ആ ഫീൽ ചെയ്യണം, എന്റെ മുഖത്ത് ആ സന്തോഷം വരണം. ഒരു ഇത്രയും വലിയ ഓഡിയൻസ്, 10,000-കണക്കിന് ഓഡിയൻസിനെ നമുക്ക് അവരെ ഒരു നിമിഷം കൊണ്ട് എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന പവറിന്റെ ഫീലിങ്സ് എനിക്കുണ്ടാകും. ഇത് ആണ് പോസിറ്റീവായിട്ടുള്ള, അതായത് നമുക്ക് അഫർമേഷൻ പോസിറ്റീവ് വികാരങ്ങൾ ഉണ്ടാവണമെന്ന്. മൂന്നാമത്തെ കാര്യം, എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുക. യൂസ് യുവർ സെൻസറി ഓർഗൻസ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായി പഠിക്കുന്നു. സെൻസറി അഫർമേഷൻ എന്താണ് എന്ന് കൃത്യമായി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എല്ലാം എന്നല്ല, ഏതാണോ ആവശ്യം, ഏതാണോ അതുമായി ബന്ധപ്പെട്ട വിഷയം, ഏതാണോ അതുമായി കണക്ട് ചെയ്യുന്ന കാര്യം, ചിലപ്പോൾ കാഴ്ചയാവാം, ചിലപ്പോൾ സ്മെല്ലാവാം, ചിലപ്പോൾ സ്പർശനമാകാം, എന്താണോ അതുമായി കണക്ട് ചെയ്യുന്ന അതിനെ ഫീൽ ചെയ്യുക, അതിന് നമ്മൾ അറിയുക.
പണം വരുമ്പോൾ, പണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പണത്തെ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പണത്തെ തൊട്ടു നോക്കിയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കൗണ്ട് ചെയ്യണം. ആ അഫർമേഷൻ ചെയ്യുമ്പോൾ പണം നമ്മുടെ കയ്യിൽ വരുന്നതായി കൗണ്ട് ചെയ്യണം. ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും എന്റെ SMS-നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് വന്ന് കണ്ട കാഴ്ചയെ പറ്റി ഞാൻ പറയും. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് അഫർമേഷൻ പറയുമ്പോൾ എപ്പോഴും വർത്തമാന കാലത്തിൽ പറയുക എന്നുള്ളതാണ്. പ്രസന്റ് ടെൻസിലായിരിക്കണം അഫർമേഷൻസ് പറയുന്നത്. അപ്പൊ ഏത് അഫർമേഷൻസ് എടുക്കുമ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ എന്തിലായിരിക്കണം? പ്രസന്റ് ടെൻസിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഒരു പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു പോയിന്റ്, അഞ്ചാമത്തെ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാണ് നമ്മളിവിടെ മറന്നുപോയ ഒരു സാധനം? ഇത് നിങ്ങൾക്ക് വിട്ടു തരുന്നു ഞാൻ. അല്ല, അത് പറഞ്ഞു, വിശ്വാസം ആദ്യം പറഞ്ഞു, ട്രസ്റ്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു സാധനം നമ്മൾ ഇവിടെ വിട്ടിട്ടുണ്ട്. അത് മനഃപൂർവ്വം വിട്ടതാണ്, പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടി. അല്ല, ഇതൊന്നുമല്ല. ഇതെല്ലാം അതിനകത്ത് അഫർമേഷൻസിൽ വരുന്ന കാര്യമാണ്. അഫർമേഷൻ ചെയ്ത് അത് ഫലിക്കണമെങ്കിൽ അതൊക്കെ വേണം. ഇതൊക്കെ വിശ്വാസമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, പേഷ്യൻസ് നമ്മൾ പറഞ്ഞു, പേഷ്യൻസ് ഒക്കെ അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ശരിയാണ്, വിട്ടുകൊടുക്കുക, അതൊക്കെ വേണം, അതൊക്കെ ശരിയാണ്. ആ മൈൻഡ് അത് ഒരു ശരിയാണ്. പതിവായ പ്രവർത്തനങ്ങൾ. Yes, you said it, Sudhir. The last word, last you came. Repetition, daily practice. റിപ്പീറ്റേഷനിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതിന്റെ സയൻസ് മുഴുവൻ ഞാൻ പറഞ്ഞു അല്ലെ. സയൻസ് പറയും അവിടെ ഒരു ന്യൂറോൺസ് പാത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇന്നത്തെ വിഷയം നമ്മൾ ഒറ്റ പ്രയോഗത്തിൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി അതുണ്ട്, അതിനൊന്ന് ട്രിഗർ ചെയ്താൽ മാത്രം മതി. ഇതാണ് ഒറ്റ പ്രയോഗത്തിൽ ജയിക്കുന്ന കാര്യങ്ങൾ. മറ്റത് തീരെയില്ല. പ്രശ്നം എന്ന് പറയുന്ന ആൾ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ സ്ഥിരമായി പ്രവർത്തിക്കണം. പക്ഷെ ചിലത് നമ്മളിൽ ഓൾറെഡി ഉണ്ടാവും. ഞാൻ ഒരു അഫർമേഷൻസ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നോ എനിക്ക് ഉറപ്പാണ്. ഇത് ഡെയിലി പറയണമെന്ന് ആവശ്യമില്ല, ഒറ്റ പ്രയോഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു അഫർമേഷൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന അഫർമേഷനാണ്. അംഗീകരിക്കാത്തവൻ ഉണ്ടാവില്ല. പക്ഷെ ഇല്ല സാറേ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിൽ അംഗീകരിക്കുന്ന ഒരു അഫർമേഷൻ പറയട്ടെ. വേണോ വേണ്ടേ? പറഞ്ഞോ, ടൈപ്പ് ചെയ്തോളൂ. വേണോ വേണ്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ, എന്നാ മാത്രം പറയാം. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒറ്റ ഒരു അഫർമേഷൻ. 30 റിസൾട്ട് വരും. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാത്തവരൊക്കെ ക്യാമറ ഓൺ ചെയ്യുന്നത് കാണിച്ചാൽ. ആ അഫർമേഷന്റെ പേരാണ് ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ എത്ര പേര് ക്യാമറ ഓൺ ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സുന്ദരനാണെന്ന് അംഗീകരിക്കുന്നവർക്ക് ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യാം. അംഗീകരിക്കാത്ത അല്ലെ സുന്ദരനാണെന്ന് അംഗീകരിക്കുന്നവർക്ക് ക്യാമറ ഓൺ ചെയ്യാം. ഇല്ലാത്തവർക്ക് ക്യാമറ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിക്ക് അടിച്ചു പോകാം. ഓപ്ഷൻസ് ഫോർ യു. ഞാൻ ഒരാളെ മാത്രം ഇതിനകത്ത് എക്സംഷൻ കൊടുക്കുന്നു. നമ്മുടെ ജയപ്രകാശിന് അവന്റെ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവൻ സുന്ദരനായ പയ്യനാണ്. അതുകൊണ്ട് അവന് വിഷയമില്ല. ബാക്കി എല്ലാവരും. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗുണം കിട്ടുമോ ഇല്ലേ? ആരുടെങ്കിലും മുമ്പിൽ പോയിട്ട് അയ്യോ ഞാൻ ഇങ്ങനെയാണ്, എന്റെ ചുരിദാർ കൊള്ളില്ല, പുതിയാന്ന് പറയുന്ന നിങ്ങൾ സ്വയം അത് കണ്ടോ, ക്യാമറ ഓൺ ചെയ്ത് വരുന്നത് കണ്ടോ? ഇനി ഞാനിത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തോട്ടെ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ട്. ഞാൻ ആരാമോ ഇവിടെ പോയി ആ ഓപ്ഷൻ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത്. ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും നന്നായി നിന്നോ. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാണ്ട് എല്ലാവരും നല്ല ഇതിൽ നിന്നാൽ നന്നായിട്ട് നിങ്ങൾ കിട്ടും. പെട്ടെന്ന് ആയിക്കോട്ടെ. ടക് 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 അടിക്കുന്നുണ്ട്. ഓരോ ആരാണെന്ന് അറിയില്ല. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പ്രസീത അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോട്ടോ. യെസ്. ഇനി ഞാനത് അവിടെ ഷെയർ ചെയ്യാൻ നിങ്ങളോട് പറയണോ? ഇനിയിപ്പോ നിങ്ങളത് അഫർമേഷൻസ് അവിടെ കൊടുക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയണോ? നിങ്ങൾ അത് കൺഫർമേറ്റീവ് ഒന്ന് കൊടുത്തു നോക്കിക്കൂടെ? ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തൂടെ? അത് പ്രത്യേകിച്ച് പറയാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ? ഒറ്റ പ്രയോഗത്തിൽ ഗുണം കിട്ടും. സന്തോഷ് സാറൊക്കെ പുതിയ മൊബൈലൊക്കെ മേടിച്ച് ക്യാമറയൊക്കെ ഓൺ ചെയ്തിരിക്കുന്നു. യെസ്. ഞാൻ രാവിലെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിച്ചാൽ സർവ്വതിനെയും, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും നമ്മളെ സ്നേഹിക്കും. കാരണം ഞാനും
നിങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്, ഈ പ്രപഞ്ചത്തിൽ മാത്രം ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മളെ സ്നേഹിക്കുന്നത്, അപ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കും. പറ്റാതിരിക്കാൻ വേറെ വകുപ്പില്ല. കാരണം ഒരു ഓപ്ഷനും വേറെ ലോകത്ത് ഇല്ല ഇതിന്. അത്ര കണ്ട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്, അത്ര കണ്ടതില്ല അല്ലേ? ഇനി ഇന്ന് മുതൽ എല്ലാവരും ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുക, ഓരോ നിമിഷവും പറയുക, ഞാൻ സുന്ദരനാണ്. റെഡിയല്ലേ? ഇത്രയും മതി. ഇനി അടുത്ത ഒരു അഫർമേഷൻ കൂടി പറഞ്ഞു തരാം. ഇതിലൂടെ വളരെ സക്സസ് ആയല്ലേ? ഒരു അഫർമേഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുവോ എന്ന് നോക്കാം. ഇത് നാളേക്ക് നിങ്ങൾക്ക് റിസൾട്ട് തരുവോ എന്ന് നോക്കാം. എന്ത് റിസൾട്ട് നിങ്ങൾക്ക് തന്നു എന്ന് നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ പറയണം. ഈ അഫർമേഷൻ ഞാൻ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഞാൻ മിണ്ടില്ല, നിങ്ങൾ സ്വയം പറയണം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഇതില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സമ്പത്തും ധനവും അർഹിക്കുന്നു. റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളൂ നാളെ. ഞാൻ സമ്പത്തും ധനവും അർഹിക്കുന്നു. എന്തേ നമുക്ക് അർഹിക്കുന്നതിന് തെറ്റും? എന്തെങ്കിലും ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകും, അർഹത ഉണ്ടാവില്ലെന്ന് തോന്നും. ഇത് ഇങ്ങനെയുള്ള കുറെ അഫർമേഷൻസ് കുറെ എണ്ണം പറയാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് കുറെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു സാധനത്തിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്ത പോലെ മറ്റതിനും കൊടുക്കുക. അപ്പോൾ ഇത് വർക്ക്. കൂടുതൽ അഫർമേഷൻ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ അഫർമേഷൻ ഗ്രൂപ്പിലാണ്. പക്ഷെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലഭിച്ചതിന് നന്ദി പറയണം. ലഭിച്ചത് എപ്പോഴാണോ നിങ്ങൾ നന്ദിയോടുകൂടി ഉൾക്കൊള്ളുന്നത്, അപ്പോൾ അടുത്തത് വരാൻ പറ്റുകയുള്ളൂ. ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഇതിലുള്ള വെള്ളം നമ്മൾ കുടിച്ചു തീർക്കണം. എന്ന പോലെ തന്നെ നമ്മളുടെ ഉള്ളതിൽ നിറവ് കണ്ടെത്തിയാൽ മാത്രമേ പുതിയത് അവിടേക്ക് വരാൻ പറ്റുള്ളൂ. അതിനങ്ങനെ വരാൻ പറ്റുള്ളൂ, അല്ലാതെ അത് അതിന്റെ വഴിക്ക് പോകും. വഴിയെ പോകുമ്പോൾ നിങ്ങളൊരു വീട്ടിൽ, ഞാൻ ആ കഥ എപ്പോഴും പറയാറുണ്ട് അല്ലെ. നമ്മളൊരു വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പുഞ്ചിരിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന ആൾക്കാരുള്ള വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ആ സ്ഥലത്ത് എത്തുന്ന ഒന്ന് കയറാൻ തോന്നും അല്ലേ? അതുപോലെ പുഞ്ചിരിയോടുകൂടി ഉള്ളതിന് നന്ദി പറയാൻ മറക്കാതിരിക്കുക. അപ്പോൾ ആ ചാൻസ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നന്ദി പറയാമല്ലോ. ഇവിടെ കിട്ടിയതിൽ നന്ദി, കിട്ടാനിരിക്കുന്നതിൽ നന്ദി. സോ ജസ്റ്റ് സേ ദാറ്റ് വേർഡ് നൗ. ആ നന്ദി ഒന്ന് പറഞ്ഞ് എല്ലാവരും അവരവരോട് തന്നെ നന്ദി പറഞ്ഞ്, അവരവരോട് തന്നെ നന്ദി പറഞ്ഞ്, ഇത്രയും വിവരങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ എനിക്ക് കളക്ട് ചെയ്തു തന്ന പ്രപഞ്ച സത്യങ്ങൾക്ക് നന്ദി. ഇത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയ എനിക്ക് നന്ദി. സോ ഞാനിത് കേൾക്കാൻ തന്നെ എനിക്ക് തന്നെ പറ്റിയതിൽ ഞാൻ എന്നോട് തന്നെ നന്ദി പറയണം. കാരണം ഞാനാണ് തീരുമാനിച്ചത് ഈ ക്ലാസ് ഇവിടെ കേൾക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെയാണ് മാറ്റമുണ്ടായത്. അത് ആദ്യം എനിക്ക് തന്നെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നൽകിയ സാറിനും ഈ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ക്ലാസ് ഇവിടെ കിട്ടിയിരുന്നത്. അതിലെല്ലാവർക്കും നിങ്ങൾക്ക് നന്ദി പറയും. ഇതുപോലെ ഇന്ന് വേറെ പ്രാക്ടീസ് നമ്മൾ ചെയ്യണ്ടല്ലോ. കണ്ണടച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് വേണം. ഇതുപോലെ ഇന്ന് ചെയ്യാമല്ലോ. 10:30 ആയി. ഇതേ മൂഡിൽ നന്ദിയോടുകൂടി നല്ലൊരു അഫർമേഷനിൽ കൂടി നമുക്ക് നേരെ കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേക്കാം, വീണ്ടും അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം. ജീവിതം ജീവിതം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരുടെയും ആശംസിക്കുന്നു. എല്ലാവരും പ്രത്യാശയോടുകൂടി നിങ്ങൾ കൂടുതൽ വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.